നാട്ടുകാരെ, നമ്മുടെ രാഹുലിന്റെ ഗർഭം ഈ വഴി എങ്ങാനും വന്നിരുന്നോ? രാഹുലിന്റെ ആ ഗർഭം തേടി ക്രൈംബ്രാഞ്ചുകാർ ആശുപത്രികളെല്ലാം കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗർഭം കലക്കിയവരുണ്ടോ, 3.5 കൊല്ലത്തിന് മുമ്പ് ഗർഭം കലക്കിയവരുണ്ടോ? കേരളത്തിൽ മാത്രമല്ല, അങ്ങ് തമിഴ്നാട്ടിലും കർണാടകയിലും മറ്റുമുള്ള കലക്ക് സ്പെഷ്യലിസ്റ്റ് ആശുപത്രികൾ വരെ പോലീസ് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ബന്ധപ്പെട്ട് ഗർഭിണിയാക്കി എന്ന ഒറ്റനോട്ടത്തിൽ സംശയിക്കാവുന്ന തരത്തിലുള്ള യുവതികൾ ആരെങ്കിലും ഗർഭചിത്രത്തിനായി വന്നോ എന്നാണ് പ്രധാനമായും ഏമാന്മാർ പരിശോധിക്കുന്നത്. ജനനേന്ദ്രിയത്തിലോ അതിന്റെ പരിസര പ്രദേശങ്ങളിലോ കൈപ്പത്തി അടയാളമുള്ള ഏതാണ്ട് 3.5 മാസത്തിനോടടുത്ത ഗർഭമുണ്ടായിരുന്ന സ്ത്രീകൾ ആരെങ്കിലും ഗർഭചിത്രം നടത്തുവാൻ വന്നോ എന്നാണ് അവർ അന്വേഷിക്കുന്നത്. വയറ്റാട്ടിമാരെ പോലും വെറുതെ വിടുവാൻ ഉദ്ദേശിക്കുന്നില്ല. അവരെ എല്ലാം പിടിച്ച് മൊഴിയെടുക്കും എന്നാണ് കേൾവി. ഇതും പരാജയപ്പെട്ടാൽ കേരളത്തിലെ 3.5 വയസ്സുള്ള കുഞ്ഞുങ്ങളുള്ള എല്ലാ സ്ത്രീകളെയും പിടിച്ച് മൊഴിയെടുക്കും. കൊച്ചിൻ്റെ തന്ത രാഹുലാണോ, രാഹുലുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ അവർ വിളിച്ച് ചോദിക്കും. പ്രത്യേക ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്ര ഗതികേടിലാണ് ഈ മോന്മാർ. പരാതിയുള്ള കേസുകളെല്ലാം ഇവന്മാർ അന്വേഷിച്ചങ്ങ് തീർപ്പാക്കി കഴിഞ്ഞു. ഇനി ഈ ഒരൊറ്റ കേസ് മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. മരമുറി ചാനലിൽ ഇരുന്ന് ഏതോ കണ്ടങ്കാളികളും മൊട്ടത്തലേനും ഇരുന്ന് തരവഴികൾ വിളിച്ചു പറഞ്ഞു എന്നും പറഞ്ഞ് കേൾവിക്കാരുടെ പരാതിയിൽ കേസ് കൊടുത്ത് അതിൻ്റെ പുറകെ നടക്കുകയാണ് നമ്മുടെ ക്രൈംബ്രാഞ്ച്. 3.5 കൊല്ലം മുമ്പ് നാട്ടിലുണ്ടായ സകല ഗർഭത്തിൻ്റെയും പിതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിലാണോ എന്നാണ് ഇവർ സംശയിക്കുന്നത്. ശ്രമങ്ങളെല്ലാം മൂഞ്ചി എന്ന് മനസ്സിലാകുമ്പോൾ പോലീസ് ചെയ്യേണ്ടുന്നത് ഈ വാർത്ത പടച്ചുവിട്ട മരംവെട്ട് ചാനലിലെ ആ നായിൻ്റെ മക്കളെ പിടിച്ച് കൂമ്പിന് 2 അടി കൊടുത്ത് ചോദിക്കുക, വളരെ നീയൊക്കെ വലിയ വാർത്ത കൊടുത്തിരുന്നല്ലോ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വാർത്ത കൊടുത്തത്? ആരാണ് ഈ യുവതി? അങ്ങനെ ഒരു യുവതി ഉണ്ടെങ്കിൽ അവർ പറഞ്ഞതൊക്കെ അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ അന്വേഷിച്ചോ? എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? തെളിവുകളില്ലാതെ ഇപ്രകാരം ഒരു യുവതി ഉണ്ടോ എന്ന് പോലും നോക്കാതെയാണോടാ നായിൻ്റെ മക്കളെ നീയൊക്കെ വാർത്ത നൽകിയത് എന്ന് ചോദിക്കുക. സത്യം പറഞ്ഞാൽ ഈ മണ്ടത്തരം വിളിച്ച് പറഞ്ഞ യുവതി അപ്രകാരം ഒരു യുവതി ഉണ്ടെങ്കിൽ പെട്ടിരിക്കുകയാണ്. അവർക്കെങ്ങനെ തെളിയിക്കുവാൻ പറ്റും അവർക്ക് ഗർഭമുണ്ടായത് രാഹുൽ മൂലം ആണെന്ന്? അവർക്കെങ്ങനെ തെളിയിക്കാൻ പറ്റും? അവരിപ്പോൾ ആ കുഞ്ഞിനെ നശിപ്പിച്ചു കളഞ്ഞുവെങ്കിൽ അവരും തുല്യ പങ്കാളികളല്ലേ? രാഹുൽ കൊടുത്ത മരുന്ന് കഴിച്ചാണ്, രാഹുൽ പറഞ്ഞിട്ടാണ് ഗർഭചിത്രം നടത്തിയത് എന്നൊക്കെ പറഞ്ഞാൽ അത് നിലനിൽക്കുമോ? ആദ്യമകത്ത് പോകുന്നത് അവരായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വിഷയത്തിൽ തെളിവൊന്നുമില്ലാതെ, മറ്റൊന്നും പറയാനില്ലാതെ ആ മരമുറി ചാനൽ ബബ്ബ പറഞ്ഞാൽ ഈ നാട്ടിൽ ഈ വിഷയത്തിൽ ഇതുവരെ നടന്ന സകല ശോഭകേടുകളും കണക്കിലെടുത്ത് ഇവന്മാർക്കെതിരെ കേസെടുക്കുക. ഇവന്മാരുടെ ആ നാറിയ ഫേക്ക് ന്യൂസ് ഫാക്ടറി അടച്ചു പൂട്ടിക്കുക. അല്ലെങ്കിൽ നാട്ടുകാർ ഇവന്മാരെ പച്ചയ്ക്ക് കത്തിക്കും. ഓണത്തിന് മുമ്പ് എങ്ങനെയെങ്കിലും ആരെയെങ്കിലും തപ്പിക്കൊണ്ടുവരണം, എത്ര കോടി വേണമെങ്കിലും മുടക്കാം എന്നും പറഞ്ഞാണ് സതീശൻ്റെയും പിണറായിയുടെയും ശിങ്കിടികൾ ഇപ്പോൾ ഒരു ഗർഭിണിയെ തപ്പി പായുന്നത്. ഇല്ലെങ്കിൽ ഇവന്മാരുടെ കാര്യം കട്ടപ്പുകയാകുമെന്ന് ഇവർക്കറിയാം. എന്ത് തന്ത്രവും പ്രയോഗിച്ചാണെങ്കിലും ഒരു യുവതിയെ ഇറക്കുവാനാണ് ഇവരുടെ ശ്രമം. ആരെയും കിട്ടാത്തതിനാലാണ് വാർത്തയിൽ ഇപ്രകാരം കേട്ടു, അപ്രകാരം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഏതോ 13 അലവലാദികളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അതൊന്നും നിലനിൽക്കില്ല, അതുകൊണ്ടൊന്നും കാര്യവുമില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തന്നെ അറിയാം. ലോകമെമ്പാടുമുള്ള രാഹുലിനെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. മിഷൻ 60 8ാം ദിനത്തിൽ ജനങ്ങളുടെ പ്രതികരണം കേൾക്കുക. i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. ഹലോ, ഞാൻ ജോയിസി കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. റിട്ടയർഡ് ടീച്ചറാണ് ഞാൻ. ഇപ്പൊ പറയുന്നത് തന്നെ ആദ്യം ഞാൻ കുഞ്ഞുമാറ്റിന്ന് ഒരു ബിഗ് സല്യൂട്ട് തരിക. കാരണം ഇത്രയും ഈ ജനപക്ഷത്തെ വോട്ട് ചെയ്യുക സാറിന് ഞാൻ ബഹുമാനിച്ച് ഒരു ബിഗ് സല്യൂട്ട് തരുകയും ചെയ്യുകയാണ് ആദ്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഭരണപക്ഷത്തിനും BJPക്കും രാഹുൽ തലവേദന അസംബ്ലിയിൽ വന്നു കഴിഞ്ഞു, മനസ്സിലായോ? അതുകൊണ്ട് അവൻ അവിടെ വരാതിരിക്കാൻ വേണ്ടി ഈ പിണറായിയും BJPയുടെ ആൾക്കാരും കൂടെ ചേർന്ന് സതീശനുമായിട്ടുള്ള ഒത്തുകളിയിലാണ് എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഈ രാഹുൽ കൂടെ നടക്കുന്ന KC വേണുഗോപാലിനെയും കളയണം, സതീശനെയും കളയണം, രമേശ് ചെന്നിത്തലയും കളയണം. അതുപോലെ തന്നെ വേറെ KC വേണുഗോപാൽ പറഞ്ഞല്ലോ, അങ്ങനെ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഈ യാതൊരു, അതായത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒന്നും പുള്ളിക്ക് മിണ്ടാൻ കഴിയാത്ത അവരുടെ പക്ഷം ചേർന്ന്, കാരണം പുള്ളിക്ക് എതിർത്ത് സംസാരിക്കാൻ പറ്റത്തില്ലാത്ത ഒരു കണ്ടീഷനിലാണ് പുള്ളി എടുത്തത്. ഈ സുധാകരനെ മാറ്റിയത് എന്തിനാണ് സാറേ?
ഈ സുധാകരൻ ഏറ്റവും ഉറച്ച ചാങ്കുറപ്പുള്ള ഒരു നേതാവായിരുന്നു. ആ പ്രസിഡന്റ് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റി തന്നെ ഇവർക്കൊക്കെ തമ്മിൽ കളിക്കാനുള്ള ഒരു കളമായി മാറ്റി. അത് പോട്ടെ. ഇനി അതും കഴിഞ്ഞിട്ട് ഈ ഞാൻ പറയുന്നത് ശശി തരൂരിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് രാഹുലും ഷാഫിയും ചാന്ദിയും അബിൻ വർക്കിയും രാജു പി നായരും ഷിൻഡോയും മാത്യു കുഴൽനാടനും ഡീൻ കുര്യാക്കോസ് ഇവരെല്ലാം കൂടെ ചേർന്ന് കേരളത്തെ ഭരിക്കണം. എങ്കിലേ ഈ കേരളം രക്ഷപ്പെടുകയുള്ളൂ. സാറ് ജനിക്കുന്ന ഓരോ കുഞ്ഞും ലക്ഷക്കണക്കിന് കടവുമായിട്ടാണ് ജനിക്കുന്നത്. അതുപോലെ കുട്ടിച്ചോറാക്കി ഈ കേരള സംസ്ഥാനത്തെ മാറ്റി 10 വർഷം ഇല്ലാതെയാക്കി. നമ്മൾ ഇപ്പോൾ 2025 എന്നുള്ളത് നമ്മളൊരു 15-ാം നൂറ്റാണ്ടിന്റെ പുറകിലോട്ട് പോയിരിക്കുകയാണ്. ഇത് ഇവർ തന്നെ കാരണം. ഇനി ഒരു മാർക്സിസ്റ്റുകാർ പോലും ഇടതുപക്ഷക്കാർ പോലും അവരെ കേട്ടത്തില്ല, അവർക്ക് വോട്ട് കൊടുക്കത്തില്ല. അതുകൊണ്ട് കോൺഗ്രസ് എങ്ങനെയും തിരിച്ചു വരുമെന്ന് വിചാരിച്ച് ഇരുന്നപ്പോഴാണ് ഇപ്പൊ ഈ കോൺഗ്രസ്സുകാർ തന്നെ പണി ഉണ്ടാക്കി കൊണ്ടുവന്നത്. എന്നാലും സാറേ ഞാൻ പറയുകയാണ്, കോൺഗ്രസ് ജയിക്കുക തന്നെ ചെയ്യും. മാർക്സിസ്റ്റുകാർ പോലും ഇടതുപക്ഷക്കാർ പോലും അവർക്ക് ആർക്ക് വോട്ട് കൊടുക്കത്തില്ലെന്നുള്ളതാണ്. നമ്മുടെ ഇടത് സർക്കാരിനെ ഇനി കയറ്റാൻ ആരും സമ്മതിക്കത്തില്ല. ഈ കോൺഗ്രസ്സുകാർ തന്നെ ഇവന്മാരെ വെറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവന്മാർ തന്നെ കാര്യങ്ങൾ എത്തിച്ചില്ലേ? സത്യമാ വിളിച്ചു പറഞ്ഞത്. ഇപ്പൊ ടീച്ചർ തന്നെ നോക്കുക, ഇവന്മാർക്ക് ടീച്ചർ പോലും വോട്ട് ചെയ്യുവോ? ഇത്രയും കോൺഗ്രസിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ടീച്ചർ പോലും വോട്ട് ചെയ്യുവോ? ഇവന്മാർ നിന്നാണ് ഒരിക്കലുമില്ല സാറേ. ഈ പറയുന്നവരെ ഒരു കാരണവശാലും ജയിപ്പിക്കരുത്. ഇവർക്കെതിരെ ഈ കൊച്ചു പിള്ളേരെ കൊണ്ട് നിർത്തി അവരെ ജയിപ്പിച്ച് നിയമസഭയിലേക്ക് വിടണം. ഈ ഇത്രയും പേര് ഒരു കാരണവശാലും നിയമസഭയിൽ കയറരുത്. വിവേകത്തോടെ നന്നായി ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിത്വം ഈ കോൺഗ്രസിന് ഇന്ന് പറ്റില്ല. ഈ ശശി പറമ്പിലും ഈ രാഹുൽ മാങ്കുട്ടും ഇവരൊക്കെ തന്നെ മുന്നോട്ട് വന്ന് ശശി തരൂര് അടുപ്പിക്കാൻ സാറേ ശശി തരൂർ ഇച്ചിരി അകന്ന് പോയത്. സത്യം, ശശി തരൂരിനെ മുഖ്യമന്ത്രിയാക്കി ഈ പിള്ളേരെല്ലാം കൂടെ ഭരണം നേതൃത്വത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തെ അവർ രക്ഷപ്പെടുത്തും. അല്ലാതെ ഇനി ഒരു രാഷ്ട്രീയക്കാർക്കും ഈ കേരളത്തെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ കോൺഗ്രസിന്റെ ഈ നല്ല ചെറുപ്പക്കാർ മുമ്പോട്ട് വരണം. അതിന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത സാറിന് വളരെ താങ്ക്സ് പറയുകയാണ്. ഇനി ചെന്നിത്തലയും നമ്മുടെ രമേശ് ചെന്നിത്തലയും നമ്മുടെ സതീശൻ ഇവരെ ഒന്നും ഒരു കാരണവശാലും ഒരു കോൺഗ്രസ് വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് ഇന്നോട്ട് നിൽക്കുന്നിടത്ത് തന്നെ ഈ ചെറുപ്പക്കാരെ കൊണ്ട് നിർത്തണം. എന്നിട്ട് അവര് നിയമസഭയെ വരരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിന് പരിപൂർണ സപ്പോർട്ട് നൽകുകയാണ്. മാത്രമല്ല ഞാൻ ഓർക്കുന്നത്, എനിക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഞാൻ അവന്റെ കല്യാണം ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ നടത്തി അവനെ ഞാനങ്ങ് ഉയർത്തിക്കൊണ്ട് വന്നേനെ. സത്യമായിട്ടുള്ള എനിക്കൊരു പെൺകുട്ടി ഇല്ല. ഞാൻ പറഞ്ഞ ഈ കേരളത്തിലെ ഏറ്റവും ഉന്നത പോസ്റ്റിലിരിക്കുന്ന ഏതെങ്കിലും അമ്മമാരുടെ മക്കളുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇപ്പൊ കല്യാണം അവനെ കഴിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹവും അഭിപ്രായവും. കാരണം അത്രയ്ക്കും അവൻ നല്ലവൻ. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ശരിയായിരിക്കും. തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നതിന് മുമ്പ് ഈ ചാടിക്ക് ചെയ്തത് ഈ കോൺഗ്രസ്സുകാരുടെ നാട്ടിന് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ ഒരു കാരണവശാലും ആരും തടയരുത്. അവന് മുൻപോട്ട് വരേണ്ട വ്യക്തിയാണ്. നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ്. അവന് അടുത്ത ഭരണ ചുമതല ഏൽക്കേണ്ട വ്യക്തിയാണ്. അതിനുവേണ്ടി സാറ് ഇത്രയും എഫേർട്ട് എടുത്ത് ജനങ്ങളെ ഒരുക്കി കൂട്ടുന്നതിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് വർഗീസ് എബ്രഹാം എടപ്പള്ളി. എന്റെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഈ തെളിവില്ലാതെ പബ്ലിഷ് ചെയ്ത മാധ്യമത്തിനെതിരായിട്ട് വേണം കോൺഗ്രസ് കേസ്. കാരണം കോൺഗ്രസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും നടപടി എടുത്തുടനെ വായുവിൽ കൂടി കേട്ട ഒരു സംഗതി വെച്ചിട്ടാണ് നടപടി എടുത്തിരിക്കുന്നത്. അപ്പം കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ് ഈ മാധ്യമത്തിനെതിരായിട്ടൊരു കേസ് കൊടുക്കുക എന്നുള്ളത്. ഈ കോൺഗ്രസ്സുകാരന്മാര് ഇത് കാള പറ്റൂന്ന് കേട്ടപ്പോ കയറെടുത്ത് ഇയാൾക്കെതിരെ നടപടി എടുത്തുവെങ്കിൽ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യാൻ ചെയ്തത്. അന്നേരം ആദ്യത്തെ പ്രതി എന്ന് പറയുന്നത് ഈ VD സതീശൻ തന്നെയല്ല. ഇയാൾ ഈ നടപടി എടുത്തോണ്ടല്ലേ VD സതീശനും ചെന്നിത്തലയും പിന്നെ അവരെയൊക്കെ എടുത്ത് ദൂരെ കളയണം. ഈ കിളവന്മാരെയൊന്നും നമുക്ക് വേണ്ട. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുള്ളിയെ നീക്കം ചെയ്യുന്നു. പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. അടുത്തിരിക്കാമോ ഇയാളെ ഒറ്റപ്പെടുത്തുന്നു. പാലക്കാട് മണ്ഡലത്തിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള എല്ലാ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ആളുകൾ ചോദിക്കത്തില്ലേ, അവൻ പിന്നെ പരിശുദ്ധനായിട്ടാണോ നീയൊക്കെ നടപടി എടുത്തെന്ന് ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടിപ്പോകത്തില്ല. ഇവന്മാരല്ലേ സത്യം പറഞ്ഞാൽ ഈ പ്രശ്നം ഈ അവസ്ഥയിലാക്കിയത്. കോൺഗ്രസിന്റെ ശത്രു ഇപ്പം CPM-ഓ LDF-ഓ അല്ല,
കോൺഗ്രസിന്റെ ശത്രു ഈ 2-3 ആൾക്കാരാണ്. അപ്പം ഇവരെ എടുത്ത് ആദ്യം ദൂരെ കളയണം. കാണുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ ചേർന്ന് ഈ പാലക്കാടും മറ്റേ പാർലമെന്റ് സീറ്റും ഒക്കെ ഇവരെ ഇത്രയും അത്ഭുതകരമായിട്ട് കൊണ്ടുപോയാൽ ഈ കിളവന്മാരുടെ മുടിക്കൊണ്ടൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഇവരെയെല്ലാം മാറ്റി കഴിഞ്ഞിട്ട് നല്ലൊരു പുതിയ തലമുറയ്ക്ക് ഇത് ഭരണം കൊടുക്കണം. ഇപ്പൊ സണ്ണി ജോസഫ് ഇപ്പം പറയുന്നത് വേണമെന്നുണ്ടെങ്കിൽ രാഹുലിന് വരുന്നതിന് കുഴപ്പം. ഇപ്പൊ ഈ പുള്ളിക്ക് എന്ത് കാര്യം നടപടി എടുത്തിറങ്ങാൻ ഇവിടെ അണ്ണാക്കി വരണം കയറിയിരിക്കുകയായിരുന്നു. ആ കെ സുധാകരനും അതുപോലുള്ള ആണുങ്ങൾ കയറി വരണം, അല്ല ഈ മറ്റേ ആൾക്കാർ ദൂരെ കളയണം. KPCC പ്രസിഡന്റ് അല്ലേ പറഞ്ഞ്, അതായത് ഇതിനെല്ലാം KPCC പ്രസിഡന്റ് ആണല്ലോ ഈ നടപടി ഡിക്ലെയർ ചെയ്യുന്നത്. ആ ഡിക്ലെയർ ചെയ്യുന്ന പ്രസിഡന്റ് സ്വന്തമായിട്ടൊരു പവർ ഇല്ലെന്നുള്ളതല്ലേ എൻ്റെ അർത്ഥം. ഇവർ പറയുന്ന കേട്ട് പുള്ളി ഒരു പോസ്റ്റ്മാനെ ഞാൻ പറയുള്ളൂ. പോസ്റ്റ്മാന്റെ ജോലി എന്തുവാ? കിടുന്ന മെയിലെല്ലാം കൂടെ ഡെലിവറി ചെയ്യുക. വല്ലവരും പറയുന്ന കേൾക്കാനാണെങ്കിൽ ഇവിടെ കോൺഗ്രസ് പ്രസിഡന്റ് എന്തിനാ? കോൺഗ്രസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തക്കതായ പവർ വേണം. ഒന്നാമതേ ഉണ്ടല്ലോ, ഒരു ക്രൈസിസ് വരുന്നുടനെ ഒളിച്ചോടി പോകുന്ന ആൾക്കാരൊന്നും ഈ നാട് ലീഡറായിട്ട് വേണ്ട. ക്രൈസിസ് വരുന്നുടനെ അതിനെ നേരിടാനായിട്ട് കഴിവ് വേണം. അല്ലാതെ ഈ ക്രൈസിസ് വരുന്നുടനെ ഇങ്ങനെ പേടിച്ച് ബപ്പ വെച്ച് നടക്കുന്നവനൊക്കെ ഇതിന് നമുക്ക് രാഷ്ട്രീയത്തില്. സണ്ണി ജോസഫിന് പള്ളിയിലച്ചനും പോലുള്ള പുള്ളിക്ക് എങ്ങും ഫിറ്റല്ല. ഇടവക ഭരിക്കാനാണെങ്കിൽ തന്നെ അത് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് ഭരിക്കാൻ പോകുന്ന അച്ഛന്മാരെ പള്ളി ശരിക്കും ആൾക്കാർ അംഗീകരിക്കുകയുള്ളൂ. പുള്ളിക്ക് ഇപ്പം തന്നെ വല്ലവരും പറയുന്ന കേട്ട് കഴിഞ്ഞിട്ട് നടപടി എടുക്കാന്ന് പറഞ്ഞ് യാതൊരു തെളിവുമില്ല നടപടി എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യൻ മിലിറ്ററിയിൽ നിന്ന് ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്യാം. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഒരു നിയമം ഇതേ രീതി കൈകാര്യം ചെയ്യുന്നത്. ജനങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഞാനൊരു കോൺഗ്രസ് സപ്പോർട്ടറാണ്, കോൺഗ്രസിന് വോട്ട് ചെയ്യണം. ഇപ്പം ഇതേ രീതി പോവുകയാണെങ്കിൽ ഞാനും എനിക്കറിയാവുന്ന ആൾക്കാരെ കൊണ്ടൊന്നും വോട്ട് ചെയ്യിക്കത്തേയില്ല ആർക്കും. കാരണം ഇതൊക്കെ ഇത്ര കഴിവില്ലാത്ത ആൾക്കാർക്കൊക്കെയാണ് വോട്ട് ചെയ്യുന്നത്. ഞാൻ കോഴിക്കോട് നിന്ന് രാജേന്ദ്രൻ. രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി എന്തോ പറയാൻ വേണ്ടിയാ. അവരെ പോലെ നല്ലൊരു ചെറുപ്പക്കാരൻ ഇന്നിപ്പം നിയമസഭയിൽ ഇല്ല. ഈ MLA സ്ഥാനത്ത് കയറിയതിനു ശേഷം പിണറായി വിജയനെ നിയമസഭയിൽ നിന്ന് മൂത്രം ഒഴിപ്പിച്ചതാണ്. അങ്ങനെയുള്ള ഒരു നേതാവിനെ ഇവര് പെട്ടെന്ന് തള്ളിക്കളയാന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അവന്റെ കൈമിലും വലിയ തെറ്റൊന്നുമില്ല. കണ്ട പെണ്ണുങ്ങളുടെ പരിപാടി കൊണ്ടാണ് ഇതല്ല. അപ്പൊ ആ പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സതീശൻ ഉണ്ടാക്കിയ പെണ്ണാണത്, വി സതീശൻ. അപ്പൊ അവന് അതിന്റെ ഒരു വിഷമം അവനുണ്ടാകും. അപ്പൊ അവനും അതിനകത്ത് കൈയാണ്. സതീശൻ എന്ന് പറഞ്ഞ പരനാടി. അപ്പൊ അന്നെ നേരത്തെ ഒഴിവാക്കണം. ഇപ്പൊ അതുപോലെ ഒരു KPCC പ്രസിഡന്റ് വന്നിട്ടുണ്ട്, സണ്ണി ജോസഫ്. മോണ്ണൻ കഴിവില്ലാത്ത കെട്ട നാറികളെ. ഒന്ന് AICC ജനറൽ സെക്രട്ടറി വേണുഗോപാൽ, ഒന്ന് രമേശ് ചെന്നിത്തല. പന്നിയിറക്കം മൂന്ന കണ്ടു കഴിഞ്ഞാണ്ടല്ലോ അടിച്ച് നിരപ്പാക്കണം. ഇവനെയൊക്കെ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇവനെയൊന്നും കേരളത്തിൽ വെച്ചോണ്ടിരിക്കരുത്. വി സതീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും തെമ്മാടി. അവനിപ്പം പ്രതിപക്ഷ നേതാവ്. ഇനിയിപ്പോ അടുത്ത മുഖ്യമന്ത്രി കസേര കിട്ടാൻ വേണ്ടി കാത്തു കുത്തിരിക്കുക. അതിൽ അവന്റെ ജീവിതത്തിൽ അത് നടക്കൂല. അവൻ പറവരിപ്പം മത്സരിക്കാതെ നിന്ന് കഴിഞ്ഞാൽ കെട്ടിവെച്ച പൈസ അവന് കിട്ടില്ല, ഉറപ്പാ. അവൻ തോറ്റു കഴിഞ്ഞാൽ പിന്നെ അവന്റെ പ്രതിപക്ഷ സ്ഥാനവും പോയി, മുഖ്യമന്ത്രി സ്ഥാനവും പോയി. അവൻ എവിടെയെങ്കിലും മൂലയ്ക്ക് പോയി ആ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് അവിടെ കുത്തിയിരിക്കേണ്ടിയും വരും. അങ്ങനെ പരനാറി അവനൊക്കെ കോൺഗ്രസിൽ എങ്ങനെ വന്നെന്ന് ഞാനൊക്കെ ആലോചിക്കുന്നത്. അവനെയൊന്നും ഒരു കാരണവശാലും വെച്ചോണ്ടിരിക്കാൻ പാടില്ല കോൺഗ്രസിൽ. ഞാൻ കോൺഗ്രസ് അനുഭാവിയാണ്. ഈ കോൺഗ്രസ്സുകാർ ഇവന്മാരോട് ക്ഷമിക്കുമോ? കാരണം ഇതുപോലൊരു അവസരം, സുവർണാവസരം കോൺഗ്രസിന് വരാനുണ്ടോ? എന്നിട്ട് ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഈ പ്രസ്ഥാനത്തെ ഇതുപോലെ കുതികാലി വെട്ടി നടത്തി ഇതുപോലൊരു മണ്ടത്തരം കാണിച്ച് ഇവന്മാർ നശിപ്പിക്കുമല്ലായിരുന്നു. ജനങ്ങൾ ഇതിനോട് ക്ഷമിക്കുമോ? ജനങ്ങളെ ക്ഷമിക്കൂല. അതല്ലേ ഓരോ ദിവസം തോറും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയനും ഇവനൊരു അഡ്ജസ്റ്റ്മെന്റാണ്. പിണറായിയുടെ അടുത്ത് നിന്ന് പൈസയൊക്കെ വാങ്ങി ഇവൻ ഇങ്ങനെ കാത്തു കുത്തിയിരിക്കുക. അപ്പൊ അവനിപ്പോ അടുത്ത് ഈ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിലും വേണ്ടൂല, പിണറായിയുടെ അടുത്ത് നിന്ന് കിട്ടുന്നിടത്തോളം വാങ്ങിയെടുക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അവനുള്ളത്. അവന്റെ പരിപാടി അതൊക്കെ തന്നെയാണ്. പിന്നെ തന്നെയല്ല, പിണറായി വിജയൻ ഈ പറയുന്ന പോലെയല്ല എല്ലാ കേസുകളും നടന്നിട്ട് ഇവൻ ഇപ്പം പിണറായി വിജയൻ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിൽ ഇവൻ മുഖ്യമന്ത്രി ആയിരുന്നു കൂട്ടിക്കോളി. ഒരു ഉദാഹരണം, ഇവനെ പുറത്തിറക്കാൻ വിടുക പിണറായി വിജയൻ? ഇവൻ ഇറങ്ങുന്നിടത്തൊക്കെ തടഞ്ഞ് ഇവന്റെയൊക്കെ കൈയും കാലും. ഇന്ന് വരെ ഈ പ്രതിപക്ഷ നേതാവായിട്ട് കുത്തിയിട്ട് ഇന്ന് വരെ അവന്റെ നേതൃത്വത്തിൽ ഒരു സമരങ്ങളോ അല്ലെങ്കിൽ ഒരു വഴിതറയലോ അല്ലെങ്കിൽ മന്ദിര തറയലോ എന്തെങ്കിലും ഒരു പ്രശ്നം ഇവൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടവൻ. അവന് പേടിയാ. തന്നെയല്ല, പേര് തന്നെയല്ല, അവൻ പിണറായിയോട് പൈസ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ പിണറായിക്ക് ഇങ്ങനെ എതിരായിട്ട് സംസാരിക്കുക. അതല്ലേ ഇതിനകത്ത് ഒന്നാമത്തെ പ്രശ്നം.
ഇപ്പം ഈ രമേശ് ചെന്നിത്തലയും ഈ വി ഡി സജീവനും കൂടി ഒരു അഡ്ജസ്റ്റ്മെന്റാ. എന്താ വെച്ചാല് മന്ത്രി സ്ഥാനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. ഇപ്പം രമേശ് ചെന്നിത്തല ആദ്യം ഇവന് എതിരായിരുന്നു വി ഡി സതീശന്. അത് ഇപ്പൊ കണ്ടോ പെട്ടെന്ന് ഈ ഒരു പരിപാടി വന്നപ്പോഴത്തേക്കും രണ്ടും കൂടെ ഒന്നായി മാറി. അതുകൊണ്ടാണ് അതൊരു അഡ്ജസ്റ്റ്മെന്റാ. അത് ഇവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രം. ഇപ്പം വന്ന് ഏതെങ്കിലും കാരണവശാല് ഈ ബുദ്ധിമാന്യം വന്ന ജനങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്ത് ഈ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഇവൻ മന്ത്രിസഭയിൽ മുഖത്തിന് മറ്റവന് ആഭ്യന്തരം കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അങ്ങോ. അതൊക്കെയാണ് ഇതിൻ്റെ അകത്തെ അഡ്ജസ്റ്റ്മെന്റ്. അതുപോലെ KPCC പ്രസിഡന്റ് ആയിരുന്ന K. സുധാകരൻ അയാളെപ്പോലൊക്കെ നല്ലൊരു നേതാവ് കണ്ണൂരിൽ നിന്ന് ഉണ്ടാകാനില്ല. കാരണം CPM-ന്റെ കോട്ടയാണ് കണ്ണൂര്. അവിടുന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ അത്രയും ഒരു തന്നോടുള്ള ഒരു മനുഷ്യനുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം സണ്ണി ജോസഫൊക്കെ ആണെങ്കിൽ എന്നോ കണ്ണൂരിന് അടി കിട്ടും. സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ എന്നാൽ അവന്റെ കഥയും കഴിഞ്ഞേനെ. ഇവർക്കൊന്നും നേരിടാനുള്ള ശക്തിയും പ്രാപ്തിയും ഒന്നും ഇല്ലെന്നേ ഈ സണ്ണി ജോസഫിനെ. മോണനല്ലേ അവന്റെ മോത തന്നെ കണ്ടറിയാൻ മേലെ. അതുപോലെ രമേശ് ചെന്നിത്തലയുടെ മോത കണ്ടോ, മറ്റേ മൂങ്ങയുടെ മോത പോലെ ഇരിക്കുന്നത്. അവന് കണ്ണുമില്ല ചെവിയില്ല, പാരട്ട. അതിപ്പോ ഞാൻ പറയാനുള്ള ഇതാണ്, ഈ പ്രതിപക്ഷ വി ഡി സതീശൻ ഉണ്ടാക്കി കൊടുത്ത മകളാണ് ആ പെണ്ണ്. അല്ലെങ്കിൽ ആ പെണ്ണിന്റെ മോന്തയും വി ഡി സതീശന്റെയും മോന്തയും കണ്ടോ, ഒരേ സാമ്യമാണ്. ആ പെണ്ണ് എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? ആ പെണ്ണിന്റെ പുറത്ത് ചാടിച്ച് ഇവൾക്കൊരു ഒരു എന്താ പറയാ ഒരു 6 ഇഞ്ച് വീതിയുള്ള ഒരു ബ്ലൗസ് ഇട്ട് ഇങ്ങനെ നടക്കുക. എന്നിട്ട് അവൾ ഇങ്ങനെ ജാൽക്കാരോട് ഇങ്ങനെ ചിരിച്ചോണ്ട് വർത്താനം പറയും. ഇതിനെയൊക്കെ പിടിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? അതെങ്ങനെയാ ഇപ്പം പരാതിക്കാരെ തെരഞ്ഞെടുക്കുക പിണറായിയുടെ പോലീസും പിണറായിയും എല്ലാം കൂടിയിട്ട് എന്ത് ചെയ്യാനാ ഇതൊക്കെ? അതൊക്കെ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ കഴിവുകളിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് അതൊക്കെ. ഇവനെയൊന്നും ഒരു കാരണം വെച്ചാലും ഇനി കോൺഗ്രസിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റും. എത്രയോ പെട്ടെന്ന് ഇവനെയൊക്കെ പുറത്തേ അടിക്കണം. എന്നിട്ട് നല്ല അതായത് ഷാഫി പറമ്പിലെ രാഹുൽ മാങ്കൂട്ടം, കുഴിനാടൻ, പിന്നെ ഫിറോസ്, ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. അവർ വരട്ടെ, അബിൻ വർക്കി, ഇവരൊക്കെ വന്നെങ്കിലേ നേതൃനേരം ഉത്തരാവുള്ളൂ. കോൺഗ്രസിൽ ഒരു ഉണർവ് വന്നത് ഇവരൊക്കെ വന്നതിന് ശേഷമായിരുന്നു. അതിപ്പം അടിപറഞ്ഞു പോവും, എല്ലാം തകർന്ന് താരിഫളായി പോവും. ഞാൻ വിളിക്കുന്നത് പെരുമ്പാവൂരിൽ നിന്നാണ്. എൻ്റെ പേര് ജോസ് എന്നാണ്. അപ്പം ഞാൻ ഈ കേട്ട കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ നിരപരാധിയായ മനുഷ്യനെ ഇതുപോലെ ക്രൂശിച്ചെങ്കിൽ എൻ്റെയും കഥ ഇതുപോലെ സമാനമാണ്. ഞാൻ 11 വർഷമായിട്ട് ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. മാങ്കുട്ടത്തെ തകർക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണ്ടേ? ഇതിങ്ങനെ ഒരു അപവാദം കേട്ടു എന്നുള്ളത് അത് അന്വേഷിക്കണ്ടേ? അതിലെന്തെങ്കിലും സത്യം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ ഉടനെ അതിന്റെ നടപടിയെടുക്കാൻ? മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ആള് ഈ ചെയ്തിയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അപ്പൊ ഇതുപോലെ എത്ര എണ്ണങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്തു കൂട്ടുന്നു സിനിമാ നടന്മാരുൾപ്പെടെ. അപ്പൊ അവർക്കൊക്കെ ഇപ്പൊ എൽദോസ് കുന്നപ്പള്ളിയാണ് എൻ്റെ നാട്ടിലെ പെരുമ്പാവൂരത്തെ MLA. അപ്പൊ ഈ കോഴികളുടെ പടം കാണിച്ചിട്ടുള്ളവര് എൻ്റെ അടുത്ത് കുന്നപ്പള്ളിനെ കണ്ടപ്പോഴാണ് ഞാനൊന്ന് വിളിച്ചത്. എനിക്കൊരു തോന്നൽ തോന്നി. അപ്പൊ ഇത് തന്നെ എൻ്റെ അവസ്ഥ. അപ്പൊ ഞാനും തകർന്ന് തരിപ്പണമായി. ഞാൻ ആത്മഹത്യ എന്ന് ഓർത്തിരിക്കുമ്പോൾ എന്നെ കൊല്ലാൻ എനിക്കൊരു ചെറിയ കാറൊക്കെ ഉണ്ടായിരുന്നു. കാറിന്റെ സൈലൻസറിന്റെ ഉള്ളിൽ കപ്പക്കൊമ്പ് അടിച്ചു കയറ്റി വെച്ചിട്ട് അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോയവനാ. ആ കപ്പക്കൊമ്പ് അതുകൊണ്ട് എൻ്റെ മുട്ടിന്റെ വിടവിയുടെ പുക പോയി. അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുക. ആ വണ്ടിയിൽ 6 എണ്ണം ഉണ്ടായി. തിരിച്ചു വരുമ്പോഴാണ് വണ്ടി ബ്രേക്ക് ഡൗൺ ഭയങ്കര സൗണ്ടോടുകൂടി പൊട്ടി. അപ്പോൾ വണ്ടിക്ക് കത്ത് പിടിക്കേണ്ടതാണ്, വണ്ടിക്കകത്ത് പെട്രോളാണ് എന്ന് പറയണം. ഇത് ചെയ്യാൻ വരുന്ന നന്മകൾ ഇതൊന്ന് അന്വേഷിക്കട്ടെ എന്ന് വി ഡി സതീശൻ പറയേണ്ടതിന് പകരം ഇങ്ങനെ ഒരു വാർത്ത കേട്ടല്ലോ, അല്ലെങ്കിൽ പുള്ളിനെ വിളിച്ച് ചോദിച്ചാലോ ആ പയ്യൻ മാങ്കൂട്ടത്തെ. ഞാൻ 65 വയസ്സായ ആളാണ്. അപ്പോ ഈ മാങ്കൂട്ടത്തെ വിളിച്ച് ചോദിക്കേണ്ടതിന് പകരം സഡൻ നടപടി എടുത്തു. അപ്പൊ ഇവരുടെ കൂട്ടത്തിൽ എല്ലാവരും ഇതൊക്കെ തന്നെയല്ലേ രാഷ്ട്രീയത്തിൽ നടക്കുന്നത്. അപ്പൊ അതെനിക്ക് പറയാനുള്ളൂ. ഇനി എങ്ങനെയെങ്കിലും ഈ മാങ്കൂട്ടത്തിന് ആ സ്ഥാനം, നഷ്ടപ്പെട്ട സ്ഥാനം തിരിച്ചു കൊടുക്കുക. അതെല്ലാം അതിലും കൂടുതൽ ഒരുപാട് ജനങ്ങൾ, പ്രത്യേകിച്ച് ലേഡീസ്, പ്രായമുള്ള തള്ളമാര് അവരുടെ മകനാന്നും പറഞ്ഞ് കൂടെ നിർത്തുന്നുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ തിരിച്ച് ഈ നഷ്ടപ്പെട്ട അധികാരം തിരിച്ചു കൊടുക്കാനുള്ള വഴികൾ ഒരുക്കി കൊടുക്കുക. സാർ അതിനു വേണ്ടിയിട്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്യുക. ആ മനുഷ്യനെ ഒരിക്കലും, ആ അമ്മയ്ക്കുള്ള വേദന പെങ്ങൾക്കുണ്ട്, പിന്നെ നാട്ടുകാർക്ക്. അത് ശരിയാണ്, എങ്കിലും ഏറ്റവും കൂടുതൽ വേദന അമ്മയ്ക്കും ഈ അനുഭവിച്ച മകനും. തൃശ്ശൂർ ജില്ലയിലെ മാളയിൽ നിന്നാണ് വിളിക്കുന്നത്. ഷൈനി ജോസഫ്. ഞാൻ സ്ഥിരം ഞങ്ങളുടെ ചാനൽ കാണുന്ന ഒരാളാണ്. നമുക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചാനലുമാണ്. അത് ഇപ്പം ഞാൻ വിളിച്ചത്
നമ്മുടെ മാങ്കൂട്ടത്തെ എടുത്തടിക്കുന്ന കാഴ്ചകളാണല്ലോ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും ഈ നമ്മളെല്ലാരും ഇപ്പൊ ന്യൂസിൽ എല്ലായിടത്തും കേൾക്കുന്നുണ്ട് CPM-കാരാണ്, അവരാണ്, ഇവരാണെന്നൊക്കെ. പക്ഷെ ശരിക്കിതില്ല യുദ്ധവീരന്മാരാരാന്ന് വെച്ച് കഴിഞ്ഞാൽ VD സതീശനും ചെന്നിത്തലയും അവരൊക്കെയാണ്. ഇപ്പൊ ഈ മാങ്കൂട്ടം, ഷാഫി, ചാണ്ടി ഉമ്മൻ, പൊഴൽനാടൻ ഇവരൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ ഈ വയസ്സായവരൊക്കെ പുറന്തള്ളപ്പെടും. അപ്പൊ അതിനും വേണ്ടി ആദ്യം തന്നെ ഇവരെയൊക്കെ അടിച്ചൊന്ന് ഒതുക്കി കഴിഞ്ഞെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്കൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. പണ്ട് തന്നെ ചെയ്തതല്ലേ, നമുക്ക് അറിയാവുന്നതല്ലേ. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സാറിന് എന്താ ഇവരൊക്കെ ചെയ്തതെന്ന്. ഇവരൊക്കെ കൂടെ നിന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇതുപോലൊരു അവസ്ഥ വരുമായിരുന്നോ? കോൺഗ്രസ്സുകാര് ആ വ്യക്തിയെ ഒന്ന് സപ്പോർട്ട് കൊടുത്ത് നിന്നിരുന്നെങ്കിൽ ഈ വക അതൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അന്നും ഇവരൊക്കെ എന്താ ചെയ്തത്? ഇവന്മാരൊക്കെ അവളുടെ കൂടെ പോവുകയും ചെയ്തിട്ട് അവസാനം പേര് വന്നത് ആർക്കാ? പാവം, ഒന്നും അറിയാത്ത ആ മനുഷ്യന്. ആ ദൈവത്തിന്റെ കൃപ ആ മനുഷ്യനുള്ളത് കൊണ്ട് അത് തെളിയാൻ പറ്റി. പക്ഷെ എന്നിട്ട് ഇപ്പോഴും ഇവന്മാരതിൽ നിന്നും വേർതിരിയണ്ട, വിട്ടു പോകുന്നില്ല. ഇപ്പോഴും ഈ പറയുന്ന വ്യക്തികളൊക്കെ ഈ പറയുന്ന ഈ നടിയുടെ കൂടെ നിന്നിട്ടല്ലേ ഇയാള് കേക്ക് മുറിക്കും ഇരുന്ന് ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നേ. പിന്നെ ആ മനുഷ്യന് എന്തിനാ ഇവരെ കുറ്റം പറയണ, മാങ്കൂട്ടത്തെ കുറ്റം പറയണ? മാങ്കൂട്ടം ഇവിടെ എവിടെയെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ചെന്ന് അവന് ഉമ്മം കൊടുത്തിട്ടുണ്ടാവും. ഇവരാരെങ്കിലും തടയാൻ വരട്ടെ. സത്യം പറയണേ, രാഹുലിനെ വിളിക്കാൻ പറ്റാത്തോണ്ട് എനിക്ക് കിട്ടാത്തോണ്ടാണ് ഇപ്പൊ ഞാൻ വിളിക്കാണ്ടിരിക്കണേ. എൻ്റെ ഒരു മോൻ്റെ പ്രായമുള്ളൂ, എനിക്കിപ്പോ 55 വയസ്സായിട്ടുണ്ട്. ആ അമ്മ എന്തോരം വിഷമിക്കണുണ്ടാവും എന്നാലോചിച്ച് നോക്കിയേ. നമ്മുടെ വീട്ടിലും ഇല്ലേ മക്കള്? ഞങ്ങൾക്കും 2-3 പെൺകുട്ടികളുണ്ട്. അവരെയൊക്കെ കെട്ടിച്ചു വിട്ട് ഞങ്ങൾ ഈ മക്കളെ മരുമക്കളൊക്കെ ആയിട്ട് എന്തോരം ഞങ്ങൾ വർത്താനം പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെയൊക്കെ പോകുന്നുണ്ട്. ഈ പെണ്ണുങ്ങൾ എന്തിനാണ് ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അങ്ങോട്ട് ഫോണും പൊക്കി പിടിച്ച് നടക്കണേ? ഇപ്പൊ എവിടെയാ നമ്മൾക്ക് ഒരു നേരിട്ട് വന്നാൽ പോലെ എന്തെടീന്ന് ചോദിക്കുമ്പോ എന്താന്ന് പറയാം, അല്ലെങ്കിൽ ഫോണിൽ കൂടെ ആണെങ്കിലും അവിടെ നിർത്താം. വേണ്ടെങ്കിൽ വേണ്ട, അവിടെ നിർത്താം. ഇവളെങ്ങനെയാ അവന്റെ കൂടെ നടന്ന് ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അവൾക്ക് പരാതിയായിട്ട് പുറത്തു വരാൻ പറ്റിയത്? എല്ലാവരും ഉണ്ട്, 1-2 ഒന്നല്ല, എത്ര എണ്ണാണ്. എന്നിട്ട് ഇപ്പൊ അവസാനം എല്ലാം കഴിഞ്ഞപ്പോ അവനാണ് കുറ്റക്കാരൻ മുഴുവനും. ഞാൻ പറയണ ഇവളുമാരെയൊക്കെയാണ് ആദ്യം അടിക്കണ്ടേ. എന്റെ കയ്യിലെങ്ങാനും കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ, മോന്റെ അടിച്ച് ഞാൻ ഷേപ്പ് മാറ്റിയിട്ടുണ്ടാവും നോക്കടെ. ഇപ്പൊ അവൾ ആരായി? ഇതുവരെ ഒരാൾക്കും അറിയില്ലായിരുന്നു അവളെ. ഇതിനു വേണ്ടി തന്നെ അവള് പുറത്തിറങ്ങിയതാ ഈ പരാതിയായിട്ട്. അവളെല്ലാവരും 4 ആൾ അറിയണം. അതിനു വേണ്ടി ഇവന്മാർ അവളെ കൊണ്ടുവന്ന് ഇറക്കി. ഇപ്പൊ അവളെല്ലാവരും അറിയണ്ട്. എന്തൊരു ഡ്രസ്സാണ്, എന്താ മേക്കപ്പ് അവളുടെ. പായസമേളയ്ക്ക് വന്നേക്കണ പോലും. ഇതുവരെ ഇവിടെ എവിടെയായിരുന്നു? ഇതുവരെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്? ഈ ചാനലിലോ എവിടെയെങ്കിലും ഒരു പത്രത്തിൽ പോയാൽ അവളുടെ മോറൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ ഫുൾ കവറേജ് നടക്കാണ്, സ്ക്രീനുകളിലൊക്കെ തെളിഞ്ഞിങ്ങനെ. എന്താ ഇപ്പൊ അവളുടെ ഭംഗി! അന്ന് വന്നപ്പോ എന്തായിരുന്നു, ഒരു പറ്റി പോലും തിരിഞ്ഞു നോക്കില്ലായിരുന്നു അവളുടെ മോന്ത കണ്ട. ഇന്നിപ്പോ അവൾ ആരായി? അവള് മേക്കപ്പ് ഇട്ട് അങ്ങോട്ട് കമ്മലില് വലിയ കൊട പോലത്തെ 2 കമ്മലും കാലിലിട്ട് നടക്കണ അവള്. കള്ളികളാണ് ഇതോ, മുഴുവൻ കള്ളികളാ ഈ പെണ്ണുങ്ങൾ മുഴുവനും. പിന്നെ ശബ്ദരേഖ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും മിടുക്കരാണ് റിപ്പോർട്ടർ ചാനലുകാര്. മിടുക്കന്മാര്. അവർക്ക് ആദ്യം നമ്മൾ കയ്യടി കൊടുക്കണം. ഏതിനും, മരം വെട്ടാനും കൊള്ളയടിക്കാനും ഒക്കത്തിനും മുൻനിരയിലാണ് അവര്. എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോ നമ്മളെ രാഹുലിന് എത്ര പെണ്ണുങ്ങൾ അമ്മമാരുണ്ടാവും എന്ന് പറഞ്ഞേക്ക്. രാഹുലിനെ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ വിളിക്കുകയാണെങ്കിൽ അമ്മമാരുണ്ടാവും അവന്റെ കൂടെ എന്ന് പറഞ്ഞേക്ക്. ഇനിയിപ്പോ അവന് വേറെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയാണെങ്കിൽ ഈ അമ്മമാര് ഫുൾ അവന് സപ്പോർട്ടായിരിക്കും. അത് ഉറപ്പാണ്, ഉറപ്പുള്ള കാര്യമാണ്. സാറ് എന്ത് വേണമെങ്കിലും ഞങ്ങളെ കുറിച്ച് ഇനി വേണമെങ്കിൽ വേറെ ചാനലുകളിലേക്കൊക്കെ വരികയായിരിക്കും. അവൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, പറഞ്ഞോട്ടെ, അതിന് ഒരു കുഴപ്പമില്ല. ഇവന്മാരെന്നല്ലേ പറയണതും വരണതും. അവന്മാരാദ്യം നന്നാവട്ടെ, എന്നിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കാൻ നോക്കാം. ഇനി വരുന്ന തെരഞ്ഞെടുപ്പില് നിങ്ങൾ ജനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും? ഒരിക്കലും ഞങ്ങൾ വോട്ട് ചെയ്യില്ല, ഒരിക്കലും വോട്ട് ചെയ്യില്ല. ഞങ്ങളുടെ വീട്ടിലെങ്ങാനും ഇവര് വരികയാണെന്നുണ്ടെങ്കിൽ അടിച്ചോടിക്കും. ഒരിക്കലും വോട്ട് ചെയ്യില്ല അവന്മാർക്കൊന്നും. അത് ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇവര് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ 3, 4 ആൾ 5 അങ്ങനെ ഉണ്ട്. നല്ല ചെറുപ്പക്കാരന്മാര്, നല്ല ഉഷാറുള്ള കുട്ടികള്. അവര് വന്നു കഴിഞ്ഞാൽ ഇവന്മാരെ കടി പോവും. എന്താ അറിയോ, ഇവന്മാരെയൊക്കെ ചരിത്രം അത്ര നല്ലതാ. അതുകൊണ്ടാ
ചരിത്രം വരെയൊക്കെ വിളമ്പാനി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല. ഈ മാങ്കൂട്ടത്തിൽ ഒന്നും ഉണ്ടാവില്ല നേരം. ആ ഫോൺ വിളിച്ചിട്ട് പറയുന്നത് എന്നെ നീ വരില്ലേ, മഴയത്ത് കോട്ടിട്ട് റെയിൻകോട്ട് ഇട്ടിട്ടെങ്കിലും വരാം, അത്രയ്ക്കും ഇതായിട്ട് നിൽക്കണവൻ. അവനാണ് ഈ ഇതിന് നടക്കണേ. ഇവനാണ് എന്നിട്ട് ഇപ്പൊ കല്ലെറിയാൻ നിൽക്കുന്നത്. നമ്മളിപ്പോ സീറ്റർമാരെ അല്ല കുറ്റം പറയണ്ടേ, കോൺഗ്രസ്സുകാരെ തന്നെയാ. അവരെന്നെയാണ് ഇതുണ്ടാക്കണേ. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പറയണേക്ക് മുമ്പ് രാജിവെക്കാൻ പറഞ്ഞ എന്തിനാ? ഞാൻ അന്വേഷിക്കട്ടെ, എന്തെങ്കിലും നടപടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അന്നേരം രാജിവെച്ചാൽ മതിന്ന് ഇവര് പറയാമല്ലേ. ഈ ബി ഡി സതീശൻ വലിയ ആളായിട്ട് വചനം പറഞ്ഞുകൊണ്ട് നടക്കണ, ബൈബിൾ വചനം പറഞ്ഞുകൊണ്ട് നടക്കണ ആളാണല്ലോ. എന്നിട്ട് എന്റെ ഇപ്പൊ ആ വചനമൊക്കെ എവിടെ പോയി? ഇത് ഇങ്ങനെയാണോ കർത്താവ് പറഞ്ഞേക്കണേ? ആ സ്വന്തം സഹോദരനായിട്ട് സ്നേഹിക്കേണ്ടവനെ സ്വന്തം മോന്റെ പ്രായമുള്ള അയാളുടെ എന്നിട്ടാണ് ഈ തള്ളിക്കളഞ്ഞിട്ടിരിക്കണേ. ഇവരൊക്കെ എന്താ ചെയ്യണ്ടേ? ഒരാൾ ഇനി ഞാൻ പറയല്ലോ, സത്യത്തിൽ ഞാൻ പറയാം, കോൺഗ്രസ്സില് ഒരാളെയും വിശ്വാസമില്ല. ഒരാളെയും. ഇവന്മാര് കള്ളന്മാരാ, ഫുൾ കള്ളന്മാരാ എല്ലാവരും. അത് പുറത്ത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഉള്ള പിള്ളേരെയൊക്കെ ഇവര് തല്ലി ഒതുക്കണേ. ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ നിയമസഭയിലും ഇവിടെ പാർലമെന്റിൽ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ഇതെല്ലാം കുത്തിപ്പൊക്കി തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവര് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പൊ ഇവർക്കൊക്കെ പുറത്തിറങ്ങാണ്ട് മുണ്ടും തലയിലിട്ട് വീട്ടിലിരിക്കേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഇവരൊക്കെ ഇപ്പൊ തന്നെ അടിച്ചൊതുക്കണത്. ഇപ്പൊ കണ്ടില്ലേ, ഷാഫി ഇതാക്കിയിട്ട് സമരക്കാര് ഇതാക്കി എന്തോരം പിള്ളേര് തല്ലാനും ഇതിന് വന്നു. അതുപോലെ ധൈര്യമുള്ള നെഞ്ചും വിരിച്ച് നിൽക്കണ ഇവന്മാര് ഇറങ്ങുവോ? ഇവരിറങ്ങുവോ? അതുപോലെ നെഞ്ചും വിരിച്ച് പുറത്തേക്ക് ഇവരൊന്നും ഇറങ്ങുവോ? ഇവർക്ക് എപ്പോഴും പോലീസും പട്ടാളും ഇല്ലാണ്ട് ഇവരാരെങ്കിലും പുറത്തിറങ്ങുവോ? നെഞ്ചും വിരിച്ച് പുറത്തിറങ്ങാൻ ധൈര്യം ഇവർക്കൊന്നും ഇല്ല. അപ്പൊ ഇവരെയൊക്കെ കാണുമ്പോ അവർക്ക് പേടിയാ. ഇവരിങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് മുന്നേറും. ഷാഫി ആയാലും മാങ്കൂട്ടായാലും അല്ലെങ്കിൽ കൊഴൽനാടനായാലും ചാണ്ടിയുമ്മനായാലും ഒക്കെ അതെ. അവരൊക്കെ വലിയ ആൾക്കാരായി പോകും. അപ്പൊ ഇവർക്ക് പേടിയാ. ഇവർക്ക് ഇനി മുഖ്യമന്ത്രി സ്ഥാനം കിട്ടണ്ടേ? ഇപ്പൊ പിണറായി ഇറങ്ങിയാ കിട്ടണ്ട സ്ഥാനം കിട്ടണ്ടേ? ഇവരിങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സ്ഥാനമൊക്കെ ഇനിയിപ്പോ അടുത്ത ആൾക്കാർ വേറെ ഇവര് കൊണ്ടുപോകും. അതാണേ, ഇവർക്ക് മുഖ്യമന്ത്രി ആവണം അല്ലെങ്കിൽ മറ്റേ മന്ത്രി ആവണം എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരാണ് കുഴിക്ക് കാലിനിട്ടിരിക്കണവന്മാര്. ആദ്യം തന്നെ അവരെയൊക്കെ ഇതിന് ഒഴിവാക്കണം. അതാ ഞാൻ പറയണേ. എന്നിട്ട് ഇതുപോലെ ചെറുപ്പക്കാരന്മാരെ നിർത്തണം. എന്നിട്ട് അവര് ജയിച്ചു വരട്ടെ. എന്നിട്ട് നമ്മുടെ നാട് നിന്ന് നന്നാക്കട്ടെ. പവിത്രന ചെങ്ങന്നൂന്ന സാറേ, എനിക്ക് പറയാനുള്ളത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ പിണറായി എങ്ങനെങ്കിലും പൂട്ടും. അടുത്ത 26-ലെ ഇലക്ഷന് വന്നിട്ട് എങ്ങും പ്രവർത്തിക്കാൻ പോകാത്ത രീതിയിൽ വന്നിട്ട് ചെയ്യും. അതിനുള്ള പരിപാടി കാര്യം അവന്റെ പോലീസല്ലേ, അയാൾ പറയുന്ന മാതിരി ചെയ്ത് ഇവനെ പൂട്ടും. അതിന് കോൺഗ്രസിന്റെ കുറെ നേതാക്കന്മാരും അനുസായിട്ട് ഇതിപ്പോ എന്താ അടുത്ത ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വന്നിട്ട് പിന്നെ ഇവന്മാര് BJP-ക്കാർ കൊണ്ടുപോകും. അതിനുമുള്ള സർവ്വ ഒരുക്കങ്ങളും ഇയാളെ നിർത്തത്തില്ല, സീറ്റ് കൊടുക്കത്തുമില്ല, കേസും ആക്കും ഇവന്മാര്. അതിനുള്ള സർവ്വ പരിപാടിയും നോക്കുക. ഈ മാങ്കൂട്ടത്തിന്റെ പേര് കേസാക്കും. പിണറായി നോക്കിക്കഴിഞ്ഞാൽ ആരെ കൊല്ലണം എന്ന് പറഞ്ഞാലും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിരിക്കും. അതുകൊണ്ട് ഇത് എങ്ങനെ ആയി പോകുമെന്നോ കോൺഗ്രസ് തകരും, അത് യാതൊരു സംശയമില്ല. അത് ഇവന്മാരോടെ കൂടിക്കൊണ്ട് ചെയ്യുന്ന പരിപാടി. ഞാനത് പറയാനായിരുന്നു ഞാനിപ്പോൾ വിളിച്ചത്. ഇവന്മാര് ഈ മാങ്കൂട്ടത്തിനെ അവർ ജയിലിലാക്കും. അതിന് തെരഞ്ഞ് എടുത്തോണ്ടിരിക്കുക പെണ്ണുങ്ങളെ. അവൾമാർ കോടികൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ വന്നിരിക്കത്തില്ലേ പത്രക്കാര്? അവൾമാർ തന്നെ വന്നോളൂല്ലോ കോടികൾ കൊടുക്കാമെന്ന് പറയുമ്പം അവരെ സംരക്ഷിക്കും. ഞാൻ ഇത് പറയാൻ വേണ്ടിയില്ല ഞാൻ പറഞ്ഞു. അതുകൊണ്ട് വലിയ കഷ്ടമായി പോയി. ഏതായാലും ഇയാളോട് ചെയ്ത കാര്യം ഈ മാങ്കൂട്ടത്തിൽ ഇല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് തകരും. 26-ന് വേണേൽ നോക്കി ഞാൻ പറയുന്നതിന് എഴുതി വെച്ചു. അത് അങ്ങനെ സംഭവിക്കാൻ പോകുന്നു. അത്ര അത് പറയാനായിരുന്നു ഞാൻ വിളിച്ചത്. ഞാനിതെല്ലാം കേട്ടോണ്ടിരിക്കുക. സാറേ, ഞാൻ എൻ്റെ പേര് ബാബു എന്നാണേ. ഞാൻ പത്തനംതിട്ട എന്നാണ് വിളിക്കുന്നതേ. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് കുറുക്കും മുറിവ് വന്നപ്പോഴിപ്പോഴും വാർത്ത വരുന്നുണ്ട്. അപ്പം ബ്രേക്കിംഗ് ഇപ്പം കാണിക്കുന്നത് ഗർഭചിത്രം നടത്തിയെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയേക്കുന്നത്. അപ്പൊ 2 സ്ത്രീകൾക്ക് ഇവിടെ സമ്മർദ്ദം ചെലുത്തുന്നത് പറയാനില്ലെന്ന് പറഞ്ഞുണ്ട്. അതങ്ങനെ ഈ നാട്ടിൽ നടക്കുന്ന ഗർഭചിത്രത്തിന്റെ എല്ലാ ഉത്തരവാദി രാഹുൽ മാങ്കൂട്ടമാണോ? ഇപ്പൊ ഏതെങ്കിലും വഴിയെ പോകുന്ന ഒരുത്തി വിളിച്ചു പറയുവാണ് എനിക്ക് ഗർഭം ഉണ്ടാക്കി ഇവരാണ്, അവൻ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഗർഭചിത്രം നടത്തിയെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ? ഇവിടെ അത് തെളിയിക്കാനും ഒക്കെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? അന്വേഷണ സംഘം പോയി കണ്ടുപിടിച്ചെന്നാ പറഞ്ഞേക്കുന്നത്. നിർണായക കണ്ടെത്തലുകളുമായി ക്രൈംബ്രാഞ്ച് ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പൊ അവർ ഇത് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് 5-6 ദിവസം കണ്ടെത്തിയില്ല.
ഇപ്പൊ ഞാൻ ഇന്ന് 8ാമത്തെ 7ാം ദിവസം കണ്ടെത്തിയത് അവര് കുരുക്ക് മുറു എന്നും പറഞ്ഞ ന്യൂസ് കാണിക്കുന്നത് ക്രൈംബ്രാഞ്ച്. അല്ല, കുരുക്ക് മുറുക്കാൻ നോക്കിയിട്ട് കുറെ ദിവസം ആയല്ലോ. അവന്മാർ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും വിട്ടുകൊണ്ട് മുറുക്കാൻ ശ്രമിക്കുമല്ലോ. നിലനിൽപ്പിന്റെ പ്രശ്നമല്ലേ ഈ പയ്യനെ ഇപ്പൊ MLA സ്ഥാനം രാജിവെക്കാൻ ഉള്ള പരിപാടിക്ക് ഇപ്പം. കാരണം ഇപ്പൊ അപ്പുറത്തെ BJPക്കും ഇത് അടിയെ പറ്റി, CPM അടിയെ പറ്റിയിരിക്കുകയാണ്. ഈ സതീശനാണ് ഇതിനകത്ത് മൊത്തം ചാട് വലിയ. സതീശനും രമേശും കൂടാണ് ഈ ചാട് വലിച്ച മൊത്തം. കാരണം ഇവർക്ക് മുന്നിട്ട് നിൽക്കണം. സതീശനും രമേശനും മുന്നിട്ട് നിൽക്കണം. ഈ വളർന്ന യുവാക്കളെ അടിച്ചിരുത്തുക എന്നുള്ളതേ ഉള്ളൂ. വല്ല അവിഹിത ഗർഭവും ഇവന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുമ്പോഴും ഇവന്മാരുടെ കുരുക്ക് ജനങ്ങൾ മുറുക്കൂലേ? അതെ, ഇവർ ചിന്തിക്കുന്നില്ലല്ലോ. ഈ ജനമല്ലേ ചിന്തിക്കുന്നില്ല. ഇപ്പൊ ഞാൻ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഇലക്ഷന് മുമ്പത്തെ ഇവർക്ക് പറയാമായിരുന്നല്ലോ. ഇലക്ഷനും കഴിഞ്ഞ 6-7 മാസം കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ഗർഭചിത്രം വരുന്നത് ഇങ്ങോട്ട്. ഇത് മനുഷ്യനെ ഈ കാണുന്ന വെറും കരുതലാണ് സാറേ. ഈ കാണുന്ന മനുഷ്യര് നമ്മളെല്ലാം കരുതലാണ്. ഇവര് നമ്മളെ ചാനലുകാർ മൊത്തം കരുതലാക്കുന്നുണ്ട്. ഇത് ഈ എണ്ണക്കേട് കാണിക്കുന്ന കോൺഗ്രസ്സുകാരോട് നേതാക്കന്മാരോട് പറയാനുള്ളത് എന്താണ് സാറേ? ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. പക്ഷെ എനിക്ക് സത്യം എനിക്ക് ഭയങ്കര സങ്കടമായി പോയി സാർ ഈ ചെറുപ്പക്കാരനെ പറ്റി ഇങ്ങനെ പറയും. കാരണം ഇവർ ഈ പറയുന്നവർക്കും അമ്മയും പെങ്ങളും അപ്പനും അമ്മയൊന്നും ഇല്ലയോ? സഹോദരങ്ങളാരും ഇല്ലയോ? കുടുംബം ഇല്ലയോ? അത് നമ്മൾ ചിന്തിക്കണ്ടേ? എന്താ ചെയ്യാനാണോ സാറേ? ഇപ്പൊ എന്തോ ഇല്ല നിർവാഹം. ഇപ്പൊ രാജിവെച്ച് കഴിഞ്ഞാൽ ഇവന് CPM ചേർന്നാൽ ഒരു പരിശുദ്ധനാവുമോ? അല്ല BJP ചേർന്നാൽ പരിശുദ്ധനാവുമോ? ഒന്നുമില്ലല്ലോ. കുറ്റം ചെയ്തല്ലയോ? ശരിക്കും ഓന്മാര് തന്നെ ശാപം. രമേശിനോട് ചോദിക്കാൻ പറ്റില്ല, സൂര്യനെല്ലിപ്പെണ്ണിനെ അറിയുമെന്ന് ചോദിക്കാൻ പറ്റില്ലായിരുന്നു. സൂര്യനെല്ലി കേസിലൊക്കെ ഇവനൊക്കെ ഇവന്മാരെ സ്മൂത്തിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെയും ഇച്ചിരി മുഖത്ത് നമ്മൾ ആനത് ഇവനേ ഉള്ളൂ. ഏതാ KC ഉള്ളൂ, KC വേണുവിന്. ബാക്കിയവന്മാരെല്ലാം പൗഡർ കിട്ടും മിഴുങ്ങി സുമ്പളനായിട്ട് നടക്കുകയല്ലേ. ഇവനൊക്കെ എന്തിനാ സുമ്പളനായിട്ട് നടക്കുന്നത്? പെണ്ണുങ്ങളെ നോക്കാനും പെണ്ണുങ്ങളെ ഇവന്മാരെ വശീകരിക്കാനും വേണ്ടിയല്ലേ ഇവന്മാർ സുമ്പളനായിട്ട് നടക്കുന്നത്. രാഹുലിനെയൊക്കെ നോക്കാം, അവൻ്റെ മുഖത്ത് ഒരു എക്സ്ട്രാ പെയിൻ്റ് അടിച്ചിട്ടില്ല. ഷാഫിയെ നോക്കാം, അവൻ്റെ എക്സ്ട്രാ പെയിൻ്റ് അടിച്ചിട്ടില്ല. എന്നാ ഉമ്മൻചാണ്ടിയുടെ മകൻ, അത് കുഞ്ഞുഞ്ഞിൻ്റെ, ഞങ്ങളുടെ പുതുപ്പള്ളി കുഞ്ഞുഞ്ഞിൻ്റെ മകൻ നോക്ക്, മുഖത്ത് കളറടിച്ചിട്ടില്ല. പിന്നെ എന്നാ ടിൻഡോ സംവാദത്തിന് വന്നിരിക്കുന്ന പയ്യനെ, പിന്നെ അതുപോലെ തന്നെ ഉമ്മാരുടെ കൂടെ ഇച്ചിരി പ്രായമുള്ളത്, പിന്നെ ഇച്ചിരി നല്ലത് തന്നെ ഒരു ജാമക്കാലുണ്ട്, അവനിച്ചിരി വ്യക്തിത്വമുള്ളവരെ. പിന്നെ തൃശ്ശൂർ ഫ്ലാറ്റിൻ്റെ കേസിന് പിടിച്ച ഒരു പ്രായമുള്ള ഒരുത്തരുണ്ട്, അവനും നല്ലതാണ്. ഇവന്മാർ മൂന്നിനെ ഉറപ്പായിട്ടും പാർട്ടിയിൽ നിന്ന് കാണണം. പിന്നെ കടുംപെട്ടൊന്നും വരരുത്. കടുംപെട്ട് എന്തിനാ പിന്നെ അവിടെ എവിടെ എല്ലാ കടുംപെട്ടും മത്സരിക്കുന്നത്? ഉള്ള ഈ പ്രായമുള്ളതിൽ ഏറ്റവും നല്ല മിടുക്കനും കഴിവുള്ളവനും ധീരനും ശക്തനുമായിട്ടുള്ള സുധാകരൻ മാത്രമേ ഉള്ളൂ. സുധാകരൻ KPCC പ്രസിഡന്റാണെന്നല്ല, പിന്നെ മുരളി നല്ലതായിരുന്നു KPCC പ്രസിഡന്റായിരുന്നപ്പം. ഇവൻ്റെ എല്ലാ ഉള്ളിൻ്റെ ഉള്ളിലേ ചിക്കൻ ബിരിയാണി അടിക്കണമെന്നുള്ളതേ ഉള്ളൂ. ഇവൻ്റെ എല്ലാ ഉള്ളിൽ പ്രായമുള്ളവന്മാരുടെ ബിരിയാണി കാണും. എത്രയാണെന്ന് പറഞ്ഞാൽ ഇവനൊക്കെ പണ്ട് നമ്മൾ പറഞ്ഞു കേട്ടില്ലേ, എത്ര പ്രായമായാലും സൈക്കിളിലോട്ട് മറക്കുകയില്ലെന്ന് പറഞ്ഞ പോലുള്ള സ്വഭാവങ്ങളുണ്ടെന്നേ. പിന്നെ ഇവന്മാർ ഈ ഗവൺമെൻറ് ഒരു തീരുമാനമാണ്. ഇപ്പോൾ ആ സ്ത്രീകൾ ഒത്തിരി വിളിച്ച് സുനിലിൻ്റെ ഇതിനകത്ത് സംസാരിക്കും, നല്ല കാര്യം. സ്ത്രീകളെല്ലാം ഒന്നടങ്കമായിട്ട് ഇതുപോലെ പെരുമാറുന്നതും സംസാരിക്കുന്ന സ്ത്രീകൾക്കെതിരെ കേസ് കൊടുക്കുവാൻ തയ്യാറാകണം. അവരും തയ്യാറാകണം. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ വിതിൻ 24 hours ഗവൺമെൻറ്റിനെ അറിയിക്കുക, ഇല്ലെങ്കിൽ 1 വീക്കിനകം അറിയിക്കുക. ഇവരെല്ലാം ഉഭയകക്ഷി പ്രമാണം എല്ലാം ചെയ്ത് വെച്ച് പിന്നെ ഉടനെ ഈ ഊച്ചിക്കറവ് വരുമ്പോൾ കുറ്റപ്പെടുന്ന പരിപാടി അതങ്ങ് ഗോപാലകൃഷ്ണൻ എടുത്ത് പറഞ്ഞാൽ മതി. ഉമ്മാരെല്ലാം കളിക്കുന്നത് ഉമ്മാർക്ക് വീണ്ടും അധികാരം വന്ന് ടൈപ്പാകാനായിട്ടാണ്. അല്ലെങ്കിൽ BJPയും പിണറായി വിജയനും ടൈപ്പാണ്. ആ കൂടെ തന്നെ ടൈപ്പാണ് ഇവൻ പ്രതിപക്ഷ നേതാവ്. അല്ലെങ്കിൽ അവൻ ഇവർ കാണിക്കുന്ന കൊള്ള. പിന്നെ കുഴൽനാടൻ അയാൾ എന്തെല്ലാം കാര്യങ്ങൾ മതി. ഇവൻ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോ നിയമസഭയെ? ഇവനൊക്കെ വെറും കള്ളനാന്നേ. കുഴൽനാടൻ വെറുതെ അയാളെ പിന്നെ പൂട്ടാൻ നോക്കി. പിന്നെ അയാൾ അഡ്വക്കേറ്റ് ആയതുകൊണ്ടും കളി അറിയാവുന്നതുകൊണ്ടും നിയമം വിട്ടൊന്നും ചെയ്യാത്തത് കൊണ്ടും അയാളുടെ അടുത്ത് പണി നടന്നില്ല. ഇവനെയൊക്കെ നമ്മളെല്ലാം രാജ്യം രക്ഷപ്പെടുത്തില്ല. ഇവന്മാരെ കൊണ്ട് കിളവനെ ഒന്നും വേണ്ട, യങ്സ്റ്റേഴ്സിനെ കൊണ്ട് രാജ്യം രക്ഷപ്പെടുത്തിക്കുക. ആ യങ്സ്റ്റേഴ്സിനോട് പറയാം, നിങ്ങൾ ധൈര്യവും സമാധാനമായിട്ട് ഭരിക്കാൻ പറയും. ഇവൻ്റെയൊക്കെ ഈ യങ്സ്റ്റേഴ്സ് എല്ലാം അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ഇവനെയൊക്കെ മൊത്തം റെയ്ഡ് ചെയ്യണമെന്നേ. ഇവൻ്റെ വരുമാനം സുനിലറിയാം. ഞാനൊക്കെ ഒരു MRP 25 വർഷം ജോലി ചെയ്താൽ എനിക്ക് ഒരു കിഴങ്ങും എൻ്റെ ഇല്ല. അപ്പോൾ എനിക്ക് എന്നതാ ഉള്ളത്? ഫ്രോഡം വണ്ടിയിൽ നിന്ന് കിട്ടുന്ന പെൻഷനുണ്ട് 1700 രൂപ. ആ സ്ഥാനത്ത് നിയമസഭയിൽ വന്നിരുന്ന ഈ കിളവനൊക്കെ എത്ര പ്രാവശ്യം പെൻഷൻ? അതൊക്കെ നിർത്തലാക്കണം. സർക്കാരിൻ്റെ ജോലി ചെയ്യാത്തവനൊക്കെ പെൻഷനാക്കണം. പെൻഷൻ അർഹത പട്ടാളക്കാർ, നേഴ്സുമാർ, സേവനം ചെയ്യുന്നവരാ. അതുപോലെ തന്നെ പ്രൈവറ്റ് പെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കമ്പനി ചെയ്യുന്ന ഫ്രോഡം വണ്ടിൻ്റെ പെൻഷൻ. അതല്ല ഒരു പെൻഷൻ ഇവന് കൊടുക്കരുന്നേ. എല്ലാവരും റേഷനരി വെക്കണം, 10 കിലോ റേഷനരിയും 10 മുട്ടയും. വീട്ടിൽ 5 പേരുണ്ട്, 10 മുട്ട. 4 പേരുകളുടെ 8 മുട്ട. അങ്ങനെയൊക്കെ വെച്ച് ഉമ്മാർ വേണം ആ റേഷന് കഴിച്ചാൽ മതി. ബാക്കി വേണം കാശ് മുടക്കി കഴിക്കാൻ പറ.
ഈ വിഷയത്തിൽ ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. നിങ്ങൾക്കും പ്രതികരണം വിളിച്ചറിയിക്കാവുന്നതാണ്. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, പ്രതികരിക്കാനൊരിടം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.